കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ നമ്മുടെ CJ റോയിയുടെ ഡയറിയിൽ നിന്ന് നിർണായക ചില വിവരങ്ങൾ കണ്ടെത്തി എന്നതാണ് സൂചന. ജീവനൊടുക്കാൻ റോയി നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചിരുന്നതാണ് വിവരം. ആത്മഹത്യാക്കുറിപ്പിന് സമാനമായ വിവരങ്ങളാണ് ഡയറിയിൽ നിന്ന് കണ്ടെത്തിയത്. കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നുവെന്നും വിദേശ സംരംഭങ്ങളിൽ തിരിച്ചടി നേരിട്ടെന്നും കുറിപ്പിൽ പറയുന്നു. കുറെ കാലമായി കൂടെയുള്ള നിക്ഷേപകരെ സംരക്ഷിക്കണമെന്നും കുറിപ്പിൽ ആവശ്യപ്പെടുന്നുണ്ട്. താനൊരു എക്സ്ട്രീം സ്റ്റെപ്പ് എടുക്കുകയാണ്, എല്ലാവരും തന്നോട് ക്ഷമിക്കണമെന്നും ഡയറിയിൽ കുറിച്ചിട്ടുണ്ട് എന്നറിയുന്നു. ദീപക് മോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദീപക് മോഹൻ, വെരി ഗുഡ് മോർണിംഗ്. ദീപക് മോഹൻ, IT ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദത്താലാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയ് ജീവനൊടുക്കിയത് എന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെയും കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെയും ഒക്കെ പ്രധാനപ്പെട്ട ആരോപണം. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളനുസരിച്ച് റോയി തന്റെ ആത്മഹത്യാക്കുറിപ്പ് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ കുടുംബത്തിന്റെ ആരോപണത്തിന്റെ ബലം നഷ്ടപ്പെടും. നാളെ കോൺഫിഡന്റ് ഗ്രൂപ്പ് മാധ്യമങ്ങളെ കാണാൻ ഇരുന്നതാണ്. ഒരുപക്ഷേ ഡയറിയിൽ നിന്ന് ഈ നിർണായക വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കുമോ അവർ പത്രസമ്മേളനം മാറ്റിവെച്ചിട്ടുണ്ടാവുക? എന്താണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ? SIT നൽകുന്ന ചെറിയ ക്ലൂ എന്താണ്? ഈ അന്വേഷണം ഏത് ഘട്ടത്തിൽ, എങ്ങനെ, എവിടെ എത്തി നിൽക്കുന്നു? അരുൺകുമാർ, ആദ്യം ഈ കേസ് ഏറ്റെടുത്തത് കർണാടക ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, കർണാടക CID ആയിരുന്നു. എന്നാൽ പിന്നീടാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയത്. ഈ പ്രത്യേക അന്വേഷണ സംഘം കോൺഫിഡന്റ് ഗ്രൂപ്പിലെ ബംഗളൂരുവിലുള്ള റിച്ച്മോണ്ട് സർക്കിളിലെ ഓഫീസിൽ നടത്തിയ പരിശോധനയിലാണ് ഡയറി കണ്ടെത്തിയത്. ഈ ഡയറിയിലാണ് ആത്മഹത്യാക്കുറിപ്പിന് സമാനമായ രീതിയിലുള്ള ചില കാര്യങ്ങൾ പരാമർശിച്ചിട്ടുള്ളത്. അത് തന്നെ 7 പേജുകളിൽ അധികമായാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, താനൊരു എക്സ്ട്രീം സ്റ്റെപ്പ് എടുക്കാൻ പോവുകയാണ്, തന്നോട് തന്റെ കുടുംബങ്ങളും അടുപ്പക്കാരുമൊക്കെ ക്ഷമിക്കണമെന്നാണ് ആദ്യം പറയുന്നൊരു കാര്യം. അതോടൊപ്പം വിദേശ സംരംഭങ്ങളിൽ നിന്ന് തിരിച്ചടി നേരിട്ടു, തന്നോടൊപ്പം നിന്നിരുന്ന സംരംഭകരോടൊക്കെ അവരെയൊക്കെ തന്നെ ഇനി സംരക്ഷിക്കണം എന്നുള്ള രീതിയിലൊക്കെ ആ പരാമർശങ്ങളുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ച ഈ വിവരങ്ങൾ, ഈ ഡയറിയിലുള്ള വിവരങ്ങളാണ് ആത്മഹത്യ നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു റോയി എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിയത്. കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ അവിടെ നിന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു. ഈ SIT ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥർ അവിടെ ചെന്ന് സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം വിവരങ്ങൾ പുറത്തുവിട്ടത്. അതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ആത്മഹത്യക്കുറിപ്പും പുറത്തു വന്നു എന്നുള്ള രീതിയിൽ വിവരങ്ങൾ വരുന്നത്. ഏതായാലും പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കൂടുതൽ വിശദമായ പരിശോധന നടത്തും. ഈ ഡയറിയിലാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പറയുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് വിദേശ സംരംഭങ്ങളിൽ നിന്ന് തിരിച്ചടി നേരിട്ടു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല ദീപക്, ഇതിനകത്തൊരു സംശയമുള്ളത്, അന്വേഷണ ഉദ്യോഗസ്ഥർ ആ ദിവസം ഈ റോയിയെ കാര്യമായിട്ട് ചോദ്യം ചെയ്തിട്ടില്ല എന്ന് SITക്ക് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആരോപണത്തിന്റെ മുന്നിൽ നിന്ന് IT ഡിപ്പാർട്ട്മെന്റ് തൽക്കാലം തലയൂരും അല്ലേ? ഈ ആത്മഹത്യക്കുറിപ്പൊക്കെ കണ്ടെത്തുന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ടോ റോയിയുടെ കുടുംബാംഗങ്ങൾ? അരുൺ, മാധ്യമങ്ങളെ കാണുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ നമ്മൾ സംസാരിച്ചിരുന്നതാണ്. ആ സമയത്ത് കുടുംബം കൂടുതൽ പ്രതികരണത്തിലില്ല. അതോടൊപ്പം സഹോദരൻ ബാബുവും പറഞ്ഞത് കൂടുതൽ പ്രതികരണത്തിലില്ല, അന്വേഷണം ഇപ്പോൾ നടക്കട്ടെ, അന്വേഷണത്തിൽ തൃപ്തിയുണ്ട് എന്നുള്ള രീതിയിലാണ്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കേരളത്തിലെ തലവൻ ജോസഫ് നാളെ മാധ്യമങ്ങളെ കാണും എന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും അത് പിന്നീട് മാറ്റിവെച്ചു എന്നുള്ള രീതിയിലേക്കാണ് വിവരം വരുന്നത്. ഏതായാലും SIT വിശദമായി തന്നെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. നേരത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഒപ്പം ഈ ആന്തരിക അവയവങ്ങളുടെ പരിശോധന നടത്തുന്നുണ്ട്. അതനുസരിച്ചായിരിക്കും ഇനി കൂടുതൽ നിഗമനങ്ങളിലേക്ക് SIT എത്തുക. അരുൺ, ശരി, താങ്ക് യു. ദീപക്കാണ് ബാംഗ്ലൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്, നിർണായകമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. CJ റോയിയുടെ ഡയറിയിൽ ആത്മഹത്യാക്കുറിപ്പിന്റെ സമാനമായ ചില സൂചനകളുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ തൽക്കാലം ആദായനികുതി വകുപ്പിന് ഈ ആരോപണത്തിന്റെ മുനയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. എന്തായാലും പുറത്തുവരുന്ന വിവരങ്ങൾ അത് അന്വേഷിക്കട്ടെ SIT. അതിനുശേഷം നമുക്ക് അതിലൊരു കൺക്ലൂഷനിലേക്ക് എത്താം.